വലിയ പവർഫുൾ ആണ്. ബിസ്മിയുടെ ശക്തി ഭയങ്കരമാണ്, നമുക്കറിയാത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന്റെ മഹത്വം വളരെ വലുതാണ്, അതിന്റെ പവർ വളരെ വലുതാണ്. ബിസ്മി ചൊല്ലണം, നമ്മുടെ മക്കളോട് പറയണം, നമ്മൾ ചൊല്ലണം, നമ്മൾ ശീലിക്കണം. വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ചെറുപ്പക്കാർ വാഹനം ഓടിക്കുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഗ്നിഷൻ ബട്ടൺ അമർത്തുമ്പോ മറന്നു പോകരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അൽഹംദുലില്ലയുടെയും ബിസ്മിയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ബിസ്മി ചൊല്ലുകയാണ്. ആ ബിസ്മിയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ മെസപ്പൊട്ടേമിയയിൽ നിന്ന് തുടങ്ങിയ വളരെ ഗംഭീരമായ വെള്ളപ്പൊക്കത്തിൽ ഉയർന്നപ്പോൾ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ആ കപ്പലിന് എഞ്ചിനില്ല. എന്നൊക്കെ ബോട്ടുകൾക്ക് യമഹന്റെ എഞ്ചിൻ മോട്ടോർ കാണും അല്ലേ? അന്ന് യമഹ ഇല്ല, അന്ന് മോട്ടോറുകളില്ല, മെഷീനുകളില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ മെഷീൻ എന്താണെന്നറിയോ? അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ആങ്കറും അതിന്റെ നങ്കൂരം ബിസ്മില്ലാഹി മജ്റേഹാ. ബിസ്മില്ലാ എന്ന് നൂഹ് നബി പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ഓടിത്തുടങ്ങും. അടുത്ത ഒരു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നിൽക്കും. അങ്ങനെയാണ് ആ കപ്പൽ ഓടിയത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ബിസ്മില്ലയായിരുന്നു ആ കപ്പലിന്റെ ഓട്ടം, ബിസ്മില്ലയായിരുന്നു അതിന്റെ ആങ്കറിങ്. നല്ല പ്രയാസമുണ്ട് അതൊക്കെ പറയാൻ, നമ്മൾ മറന്നു പോകരുത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളും അനിയന്മാരും അനിയത്തിമാരും മറന്നു പോകരുത്. നിങ്ങൾ എക്സാം എഴുതുകയാണ്, തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാം പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്കൂളിലേക്ക്, മദ്രസയിലേക്ക്, ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി കയറുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അസൈൻമെന്റ് തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലയാണ് നമ്മുടെ എല്ലാം എല്ലാം. അല്ലാഹുവിന്റെ നാമത്തിൽ, in the name of Allah, the entirely merciful, the specially merciful. റഹ്മാൻ എന്ന് പറഞ്ഞാൽ the entirely merciful. അല്ലാഹു പരമകാരുണ്യകനാണ്. റഹീം എന്ന് പറഞ്ഞാൽ the specially merciful, മുഅ്മിനീങ്ങളോട് മാത്രം നാളെ പരലോകത്ത് കരുണ ചെയ്യുന്നവൻ. എന്നാൽ ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു. നിസ്കരിക്കാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ലോകത്ത്, എത്രയോ കോടിക്കണക്കിന്. നബിയേ, വലൗ അഅജബക കസറത്തുൽ ഖബീസ് ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. നബിയെ, നന്മയും തിന്മയും ഒരുപോലെയല്ല, തിന്മയാണ് കൂടുതലെങ്കിലും അങ്ങ് അത്ഭുതപ്പെടണ്ട. ഖുർആൻ പറയാം, തിന്മയെ കൂടുതലുണ്ടാവുള്ളൂ. എന്താ ഇപ്പൊ ലോകത്തെല്ലാവർക്കും അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ മറുപടി വലൗ അഅജബക കസറത്തുൽ ഖബീസ്. തിന്മയുടെ ബാഹുല്യം കണ്ട് നബി അത്ഭുതപ്പെടേണ്ട. കുറെ ഉണ്ടായി എന്ന് വിചാരിച്ചത് ശരിയല്ല. തിന്മയുടെ ആളുകൾ ഇന്ന് കൂടുതൽ